ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോം ടൂറാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്ര വലിയ വീടൊന്നുമല്ല, ഒരു സാധാരണ വീടാണ്. ഞാൻ അന്ന് പറഞ്ഞത് 10-60 വർഷം പഴക്കമുണ്ടെന്നാണ്. അതൊന്നല്ല, അതിനേക്കാളും കൂടുതൽ പഴക്കമുള്ളൊരു വീടാണ്, ഒരു സാധാരണ വീട്. അപ്പോൾ എൻ്റെ വീട് കണ്ടാലോ? വായോ. രാവിലെ തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് നമ്മുടെ തുണികളെല്ലാം സ്റ്റാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ വാതിൽ തുറന്ന് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. കാരണം ടി വിയും സോഫയും എല്ലാം ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാനും എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്യണത് ഇവിടെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഫസ്റ്റ് പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ കുഞ്ഞിനെ ഞാൻ പകൽ സമയത്ത് തൊട്ടിയിലൊക്കെ എടുത്തും, അല്ലാത്തപ്പോൾ ബെഡിലൊക്കെ കിടക്കാം. അത്യാവശ്യം സ്പേസ് നമ്മുടെ റൂമിലുണ്ട്, 2 ബെഡൊക്കെ ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇന്നലെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം തുണികൾ മടക്കി വയ്ക്കാനുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ കൂടി കിടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വേറെ റൂമുണ്ട്. ഇത് നാത്തൂനൊക്കെ വരുമ്പോൾ കിടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഈ റൂം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ കുഞ്ഞൻ്റെ തൊട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ച് വെച്ചേക്കണേ. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അറ്റത്തൊരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഡൈനിങ് ഹാൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതേ കുഞ്ഞൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അടുത്ത റൂമിലോട്ടാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ 2 റൂമിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് മമ്മിയുടെ റൂമാണ്. ഒരുപാട് പേര് താമസിച്ചൊരു റൂമാണ് കേട്ടോ ഇത്. ഒരുപാട് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കസിൻസൊക്കെ വരുമ്പോൾ അവരുടെ ഓർമ്മകളും അവർ എല്ലാവരും കൂടി കൂടുമ്പോഴൊക്കെ കിടക്കുന്നൊരു റൂം അതാണ്. പിന്നെ അടുത്ത റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെ റൂമാണ്. ഇവിടെയാണ് ഞാൻ മിഷീനൊക്കെ കൊണ്ടിട്ടാണ്. ഇവിടെയും അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നേരത്തെ ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ പുറത്താണ് നമുക്ക് 2 ബാത്റൂം ഉള്ളത്. പിന്നെ ഇവിടെ വാഷിംഗ് ബേസിനൊക്കെ ഉണ്ട്. അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഈ ഒരു റൂമിലാണ്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 റൂമാണ് കേട്ടോ നമുക്ക് മെയിനായിട്ടുള്ളത്. വീടിന് തന്നെ അത്യാവശ്യം പഴക്കമൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോസിലൊക്കെ വരുന്ന മെയിൻ ഏരിയ ആണ്, നമ്മുടെ അടുക്കളയാണ്. നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് അടുക്കളയല്ല. അപ്പോൾ ഞാൻ 1 സൈഡ് മാത്രമാണ് അവിടെ ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡും കൂടി ഷീറ്റ് ഒട്ടിച്ചാൽ നല്ലതാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നേരെ ഉള്ളത് അടുപ്പാണ് കേട്ടോ. നമ്മൾ ചോറൊക്കെ ഈ ഒരു ഏരിയയിലാണ് വെക്കുക, ഗ്യാസുമൊന്നും വെക്കാറില്ല അധികം. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് ഗ്രില്ലാണ്. ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കുറച്ച് മുറ്റുണ്ട്. തുണികളെല്ലാം ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. നല്ല പച്ചപ്പാണ് ഇവിടെ, വീടിന് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.